മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. ശ്രേഷ്ഠ ബാവ പുരസ്കാരം മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവായ്ക്ക്. മലങ്കര യാക്കോബായ സഭയുടെ കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക ഭാഗ്യ സ്മരണാർഹനായ മോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ സ്മരണാർഹം സംഘടിപ്പിക്കുന്ന ബെസേലിയോസ് തോമസ് എക്സലൻസ് അവാർഡ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവന് പിതാവുമായ മോറാൻമോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവായ്ക്ക്. ഒക്ടോബർ 31 മലങ്കര യാക്കോബായ സഭയുടെ കാതോലിക്ക ബാവയായ ബെസേലിയോസ് ജോസഫ് ബാവ തിരുമേനിയാണ് പുത്തൻകുരിശ് സെന്റ് അത്തനാസിയോസ് കത്തീഡ്രൽ പാത്രിയാർക്കൽ സെന്ററിൽ വെച്ച് പ്രഖ്യാപിച്ചത്. ഈ പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിച്ചും ആലോചിച്ചും ആലോചനകൾ നടത്തിയും മലങ്കര കത്തോലിക്ക സുറിയാനി സഭയുടെ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവയ്ക്ക് ശ്രേഷ്ഠ ബാവ പുരസ്കാരം കൊടുക്കത്തക്കവണ്ണമാണ് ക്രമീകരണം ചെയ്തിരിക്കുന്നത്. ഈ വരുന്ന അഖില മലങ്കര പുത്തൻകുരിശ് കൺവെൻഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു സൗകര്യാർത്ഥമുള്ള ഒരു സായം സന്ധിയിൽ ഇവിടെ വെച്ച് ബസേലിയോസ് തോമസ് ഫസ്റ്റ് എക്സലൻസ് അവാർഡ് ശ്രേഷ്ഠ ബാവ പുരസ്കാരം നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്നതായിരിക്കും. ഈ പരിശുദ്ധ സഭയുടെ ഓരോ നിർണായക ഘട്ടങ്ങളിലും സഭയോടൊപ്പം ചേർന്ന് നിന്ന് സഭയ്ക്ക് ഒത്തിരി മാനം കൈവരിക്കുവാൻ അതിനുവേണ്ടി ഒത്തിരി ത്യാഗം സഹിച്ച ഒരു ശ്രേഷ്ഠനായ പിതാവാണ് ബസേലിയോസ് ക്ലിമീസ് കാതോലിക്ക ബാവ. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഈ ശ്രേഷ്ഠ ബാവായുടെ ഈ പുരസ്കാരത്തിന് യോഗ്യനാണെന്ന് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. ബാവ തിരുമേനിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതിലേക്കായി വേണ്ടുന്ന ഉപദേശങ്ങൾ തന്ന പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് പ്രത്യേകം അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. റംബാൻ സ്ഥാനാരോഹണ ശുശ്രൂഷ നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ യൂറോപ്പ് റീജിയനിന്റെ നിയുക്ത അപ്പസ്തോലിക് വിസിറ്റേറ്ററായ മോൺസിനോർ ഡോക്ടർ കുര്യാക്കോസ് തടത്തലിനെ നവംബർ 1 തിരുവല്ലാതി ഭദ്രാസനാധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലിത്തൻ ആർച്ച് ബിഷപ്പ് റംബാൻ സ്ഥാനത്തേക്ക് ഉയർത്തി. തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപ്പൊലിത്തൻ കത്തീഡ്രലിൽ അർപ്പിച്ച പരിശുദ്ധ കുർബാന മധ്യേയാണ് ശുശ്രൂഷകൾ നടത്തപ്പെട്ടത്. അഭിമന്യ സാമുവൽ മാർ ഐറീനസ് മെത്രാപ്പൊലിത്ത, അഭിമന്യ യൂഹാനൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലിത്ത, അഭിമന്യ ജോഷോ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലിത്ത, അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, അഭിമന്യ ഗീവർഗീസ് മാർ അഫ്രൈം പിതാവ്, അഭിമന്യ കുര്യാക്കോസ് മാർ ഇവാനിയോസ് പിതാവ്, വന്യ യൂഹാനോൻ റംബാൻ, ഫാദർ ഡോക്ടർ വർക്കി ആറ്റുപുറത്ത് കോർ എപ്പിസ്കോപ്പ, ഫാദർ ഡോക്ടർ ഐസക് പറപ്പള്ളിൽ, ഫാദർ തോമസ് കയ്യാലിക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ദൈവത്തോട് നീ പറ്റിച്ചേർന്നിരിക്കുക, അവനെ കൈവിടരുത്. എന്തെന്നാൽ അതുമൂലം നിന്റെ വഴികളിൽ നീ വിജ്ഞാനിയായിരിക്കും എന്ന് പറയപ്പെട്ടിരിക്കുന്ന ആചാര്യപരമായ വചനം നിന്റെ ഹൃദയമാകുന്ന പലകമേൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കട്ടെ. ലോകത്തെ ക്രമീകരിക്കുന്നവനായ പിതാവിനോടുകൂടെ സ്ഥിതി ചെയ്യുന്ന കർത്താവ് നിന്റെ ആത്മാവിന് പരിജ്ഞാനം നൽകട്ടെ. അവൻ നിന്റെ മനസ്സാക്ഷിയെ അറിവുകൊണ്ട് നിറയ്ക്കട്ടെ. നിന്റെ നടപടികൾ തൻ്റെ ദൈവത്വത്തിന് പ്രീതികരമായി ഭവിക്കട്ടെ. ഈ മുദ്രയുടെ അടയാളം വഴി തൻ്റെ എല്ലാ പരിശുദ്ധന്മാരോടും കൂടിയുള്ള അക്ഷയമായ കിരീടം നിനക്ക് കർത്താവ് നൽകട്ടെ. സ്വർഗീയമായ ഔന്നത്യത്തിൽ നിന്ന് ഇറങ്ങി വരികയും താഴ്മയുടെ സദൃശമായ മുൾക്കിരീടം സ്വീകരിക്കുകയും ചെയ്ത സർവശക്തൻ താഴ്മയും നീതിയും സഹിഷ്ണുതയും നിന്നെ ധരിപ്പിക്കട്ടെ. രക്ഷയുടെ ശിരോവസ്ത്രവും സന്തോഷത്തിൻ്റെ കിരീടവും മത്സരക്കാരനായ ശത്രുവിനെയും അവൻ്റെ വിരുദ്ധതകളെയും ലജ്ജിപ്പിക്കുന്ന വിജയത്തിൻ്റെ പരിചയം കർത്താവ് നിന്റെ ശിരസിൽ വയ്ക്കട്ടെ. ഏകദിന കൺവെൻഷൻ നടത്തപ്പെട്ടു. പൂനെ കട്കി സെന്റ് എഫ്രൈം ഭദ്രാസനത്തിലെ മലങ്കര കാത്തലിക് മദേഴ്സ് ഫോറമിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 25 ഖലേവാടി നിർമ്മൽ ബദനി ഹൈസ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. MCMF ഭദ്രാസനതല പ്രസിഡന്റ് ശ്രീമതി ബിനി മാത്യൂസ് MCMF പതാക ഉയർത്തി തുടക്കം കുറിച്ച കൺവെൻഷൻ പൂനെ കട്കി ഭദ്രാസനാധ്യക്ഷൻ അഭിമന്യ മാത്യൂസ് മാർ പക്കോമിയൂസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു.
ജനറൽ സെക്രട്ടറി ശ്രീമതി ലിത അജി സ്വാഗതം ആശംസിച്ചു. തുടർന്ന് ടുഗദർ ഇൻ ഫെയ്ത്ത് ആൻഡ് ഫോർവേഡ് ഇൻ ഹോപ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കി വിവിധ സെഷനുകൾ നടത്തപ്പെട്ടു. ക്രമീകരണങ്ങൾക്ക് MCMF ഭദ്രാസന സമിതി നേതൃത്വം നൽകി. MCYM കൺവെൻഷൻ നടത്തപ്പെട്ടു. MCYM പൂനെ കട്കി സെന്റ് എഫ്രൈം ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 18, 19 എന്നീ തീയതികളിൽ ചെന്നൈ മാർ ഗ്രിഗോറിയസ് കോളേജിൽ വെച്ച് MCYM കൺവെൻഷൻ നടത്തപ്പെട്ടു. പൂനെ കട്കി ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ മാത്യൂസ് മാർ പക്കോമിയസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷനായിരുന്ന കൺവെൻഷൻ സീറോ മലബാർ സഭ ഹൊസൂർ രൂപത അധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ പോഴോളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. അഭിവന്യ മാത്യൂസ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലീത്ത, ഫാദർ നിബിൻ കുരിശിങ്കൽ, ശ്രീമതി സിമി സത്യരാജ് IRS, ജീസസ് യൂത്ത് ഭാരവാഹികൾ എന്നിവർ യൂത്ത് സൊല്യൂഷൻ ഫോർ എ ചേഞ്ചിങ് വേൾഡ് എന്ന വിഷയത്തെ ആസ്പദമാക്കി വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകി. ക്രമീകരണങ്ങൾക്ക് MCYM ചെന്നൈ വൈദിക ജില്ലാ ഭാരവാഹികൾ നേതൃത്വം നൽകി. വെങ്കല മെഡൽ കരസ്ഥമാക്കി. തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള അധ്യാപകർക്ക് വേണ്ടിയുള്ള ഷോട്ട്പുട്ടിൽ ബത്തേരി ഭദ്രാസനത്തിലെ നിലമ്പൂർ മേഖലയിലെ ചോക്കാട് സെന്റ് തോമസ് ദേവാലയത്തിലെ ശ്രീമതി EK ഷിനു വെങ്കല മെഡൽ കരസ്ഥമാക്കി. റാങ്ക് കരസ്ഥമാക്കി. മാവേലിക്കര ഭദ്രാസനത്തിലെ കുറത്തിക്കാട് ദേവാലയ അംഗമായ കുമാരി അലീന ആൻഡ്ജോസ് കേരള സർവകലാശാല MSc ബോട്ടണി വിഭാഗത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.